സോയ ചങ്ക്സും മഷ്റൂമും കൂടെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ ഒരു കൂട്ടാൻ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വായോ ഈ ഒരു കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇസ് മി സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ സോയ ചങ്ക്സും മഷ്റൂമും കൂടെ കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് മഷ്റൂം ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് മാർക്സ് ഉള്ള സ്കിൻസ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോയ ചങ്ക്സും വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് ഞാൻ നന്നായിട്ട് പിഴുകി ഒരു പ്ലേറ്റിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ ക്യൂബ്സിൻ്റെ സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂമും സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. സവോള ഇവിടെ 2 മീഡിയം സൈസിൽ സവോള ചോപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീവ്സ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുഞ്ഞു പീസ് പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവക ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീരെ നൈസായിട്ട് തന്നെ ചോപ്പ് ചെയ്തേക്കുന്നു കേട്ടോ. അപ്പോൾ സവോള നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൂട്ടത്തിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒപ്പം ചിക്കൻ മസാല താല്പര്യമില്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിക്ക ഞാനിവിടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു മിക്സിയിൽ ചേർത്ത്. അത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് തക്കാളിക്ക ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഈ ഒരു തക്കാളിക്ക ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഓയിലെല്ലാം റിലീസായി തക്കാളിക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ആഡ് ചെയ്ത് മസാലകൾ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെന്ത് കിട്ടാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഓയിലെല്ലാം റിലീസായി നമ്മുടെ മഷ്റൂം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഷ്റൂം അതായത് നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോയ ചങ്ക്സ് ഇതുപോലെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ട് മസാലകളും ആ ഒരു മഷ്റൂമായിട്ട് കോട്ടാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, പെർലൻ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എല്ലാം ചെക്ക് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സർവിങ് ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് സർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ തോറ്റുപോകും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സ് വിത്ത് മഷ്റൂം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.